ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ആക്ച്വലി ഭയങ്കര തിക്കും തിരക്കിട്ടിട്ട് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടോട്ടലി അൺപ്ലാൻഡ് സംഭവമായിരുന്നു. ഞാൻ വേഗം വേഗം കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് ഏട്ടൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഞാനും ആളും ഇന്നലെ രാത്രി വരെയും എന്ത് വേണം എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടാതെ അവസാനം ഗിഫ്റ്റ് ബുക്ക് ചെയ്തു. അത് നാളെ വരുമല്ലോ എന്ന് കാണിച്ചിട്ട് അത് ഇന്ന് വരികയും ചെയ്തു. എനിക്കറിയായിരുന്നു ആമസോൺ ചിലപ്പോൾ ഡെലിവറി ചെയ്യും, പ്രൈം ഉള്ളതുകൊണ്ട്. അപ്പോൾ ആ സാധനം ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ മാളുവിനെ വിളിക്കാനായിട്ടും പോയ നേരം കൊണ്ട് ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി സർപ്രൈസ് ഒപ്പിക്കുകയാണ്. അങ്ങനെ കാര്യമായിട്ടുള്ള ബലൂൺ ഡെക്കറേഷൻസ് അങ്ങനെ ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഞാൻ 2-3 ബലൂൺ വെക്കാമെന്ന് വിചാരിക്കാം. ഗിഫ്റ്റ് ഞങ്ങൾ എന്തെങ്കിലും ഒരു സർപ്രൈസ് രീതിയിൽ കുറച്ച് ഡ്രാമ ബാസിയൊക്കെ ചെയ്തിട്ട് എല്ലാ പ്രാവശ്യവും കൊടുക്കാറുണ്ട്. അപ്പോൾ സംഭവം ഇന്ന് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ എത്രയും പെട്ടെന്ന് ഉള്ള ബലൂൺസൊക്കെ വെറുപ്പിച്ചിട്ട് അത് ചെയ്യാനുള്ള ഒരു 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 തത്രപ്പാടിലാണ് കേട്ടോ. മാളിനോട് ഞാൻ പറഞ്ഞേൽപ്പിച്ചിരിക്കുക, സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് പാല് വേണം, പിന്നെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് ഡിലേ ആക്കിയിട്ട് വന്നാൽ മതി. അറ്റ്ലീസ്റ്റ് ഒരു 2-3 ബലൂൺസ് വിരിപ്പിക്കാനുള്ള സമയം എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട്. അവരുടെ ബർത്ത്ഡേക്ക് മേടിച്ച ബലൂൺസിൻ്റെ ബാക്കി ഇത് എവിടെയാണെന്ന് തപ്പാൻ തന്നെ എനിക്ക് കുറേ സമയം പോകും. മതി, തൽക്കാലം 4 മതി. ഇതിൽ ബലൂൺസ് നീക്കാം എന്നാണ് വിചാരിക്കുന്നത് അല്ലേ? സോ ഇതാണ് തട്ടിക്കൂട്ട് ഡെക്കറേഷൻ ഞാൻ ചെയ്തത്. ആൻഡ് ഞാൻ ഓൾറെഡി ഹോം മെയ്ഡ് കേക്ക് ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഒരു ലൈറ്റ് വെച്ചു. അപ്പോൾ ഹോം മെയ്ഡ് കേക്ക് മുറിച്ചിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ. 4 ബലൂൺസും വെച്ചു. അത് ഹാപ്പി ബർത്ത്ഡേയുടെ സ്ക്രീനും വെച്ചു. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. എന്തായാലും ഇവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും സർപ്രൈസ്ഡ് ആവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ആൻഡ് ഇതൊന്നും എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ഐഡിയ ഒന്നും പുള്ളിക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മാളു ഏട്ടനെ കൊണ്ട് കുറച്ച് ടെസ്കോലൊക്കെ പോയി കുറച്ച് കറക്കിയിട്ടൊക്കെയാണ് വരുന്നത്. ഐ മീൻ ഇവിടെ എനിക്ക് സമയം കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു പെട്ടെന്ന്. ഇനി ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ റിയാക്ഷൻ. അവർ വന്നു ഗൈസ്, അവർ വന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആവാണ്. ഞാനിവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് ചേട്ടനും ചേച്ചിയൊക്കെ വിളിച്ചിട്ട് ഓൾറെഡി മാളുവിൻ്റെ ഒപ്പം വീഡിയോ കോളിലുണ്ട്. ഞാൻ ബാക്ക് ക്യാമറ ഒന്ന് എടുക്കാം. വേറെ ഒന്നും കിട്ടിയില്ല. മിനിറ്റുള്ള അവിടെ നിന്ന് എത്താൻ 2 മിനിറ്റുള്ള അവിടെ എത്താൻ. അത് എന്തോരല്ലേ? ആ എന്തേ ഞാൻ വീഡിയോ എടുക്കാം. എന്താ കള്ളന്മാരെ പോലെ നോക്കണേ? എന്താ കള്ളനെ പോലെ നോക്കുന്നേ? ദർവാജ ബന്ദ് ഇങ്ങനെ വ്ളോഗ് എടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒപ്പിക്കേണ്ട പോലെ something fishy. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. Happy birthday to you. Thank you.
കാണിച്ച ഇവരൊക്കെ ഇവിടെ ലൈവ് ആയിട്ടുണ്ട്. നിങ്ങൾ എന്നെ പറ്റിക്കായിരുന്നു. ഏറ്റവും കഷ്ടപ്പെട്ടത് ഞാനാ. കോളേജിൽ നിന്ന് ഇറങ്ങിയ വർഷം ഈ കടയിൽ പോണം, ഇത് വാങ്ങിക്കണം, ആ കടയിൽ പോണം, അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഡീലേ ചെയ്തത് ഞാനാ. അതിന് മാളുവിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. അതെ എനിക്ക് അതിന്റെ ക്രെഡിറ്റ്സ് വേണം. നിങ്ങളെ എന്റെ ഉറപ്പ് വെച്ചിരിക്കാണ്. അതെ ഞാൻ പറയാം കേക്ക് മുറിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യും, എങ്ങനെ ആയിരിക്കും? അതെ പാർസൽ ചെയ്യാം ഇവിടുന്ന്. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday. താങ്ക് യു. Happy birthday. ഹോം മെയ്ഡ് കേക്കാണ്. ഇതിന്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം അറിയിക്കണം. അതെ, നല്ല അടിപൊളി കേക്കാണ്, സത്യമായിട്ട് അടിപൊളി കേക്കാണ്. ഇനി നമ്മുടെ എല്ലാവരുടെയും വക ഗിഫ്റ്റ് കൈൻഡ്ലി സ്വീകരിക്കൂ. Happy Happy birthday. birthday. താങ്ക് യു. ഇത് നാളെ വരുന്ന വ്യത്യസ്തമാണോ? ഉച്ചയ്ക്ക് വരെയും ചെയ്തു. ആമസോൺകാരൻ വന്നപ്പോ അച്ഛൻ എടുത്തിട്ട് എനിക്ക് എന്തോ കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ആമസോണിൽ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചു ഭാഗ്യം, ഇനി അത് തുറന്ന് നോക്കില്ലല്ലോ എന്ന്. പുഷ് ചെയ്യും. എങ്ങനെയുണ്ട്? കൊള്ളാലോ. സത്യമായിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയായിരിക്കാം, ഈ ആണുങ്ങൾക്ക് ഗിഫ്റ്റ് മേടിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ചലഞ്ചാണ്. ഡോണ്ട് യു അഗ്രി? എന്ത് മേടിക്കണം എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഗിഫ്റ്റ് അർമാനി എക്സ്ചേഞ്ചിന്റെ വാച്ചുകളും ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാ വർഷവും ഓരോരോ വാച്ച് ഇങ്ങനെ മേടിക്കുക. അല്ലാതെ ഈ ആണുങ്ങൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കുക? ഇല്ലാത്തൊരു കളറല്ലേ, എപ്പോഴും സിൽവർ സ്ട്രാപ്പ് ആണ് മേടിക്കാറ്. ഇത് ഒരുമാതിരി പച്ച അല്ല, ആ ആക്ച്വൽ ആ കളറിന്റെ പേരെന്താ? ഗൺ പൗഡർ കളർന്നോ ഗൺ മെറ്റൽ കളർന്നോ അങ്ങനെ എന്തോ ആണ്. ഫുൾ ക്രെഡിറ്റ്സ് ടു മാളു. സെലക്ഷൻ മാളുവിന്റെ ആണ്. അപ്പൊ അവള് സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടു. ഇല്ലാത്ത ഒരു വെറൈറ്റി കളറാണ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു എവരിവൺ. നിങ്ങൾക്ക് കേക്ക് ഇപ്പൊ ഇങ്ങനെ തരാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ റെസിപ്പി കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി തന്ന കേക്കാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കഴിക്കണം. സോ ഇത്രയുള്ള നമ്മുടെ കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻസ്. ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? അതാണ്, അങ്ങനെ വേണം സെലിബ്രേഷൻ. സോ സക്സസ്. പിന്നെ ഫുൾ താങ്ക്സ് ടു മാളു. കോളേജ് വിട്ട് വന്നിട്ട് കറക്കി ഒരു അരമണിക്കൂർ. അപ്പൊ ഇനി എന്താ കോമ്പൻസേഷൻ? ഞങ്ങളെ ഡിന്നറിന് കൊണ്ടുപോവാ, ഞങ്ങക്ക് ഔട്ടിങ്ങിന് കൊണ്ടുപോവാ, അതൊക്കെയാണ് അടുത്ത പരിപാടി. അച്ഛന്റെ ബർത്ത്ഡേ ആയിട്ട് അച്ഛൻ ഞങ്ങളെ പാർട്ടി വരും ചിലവ്